സുഹൃത്തുക്കളെ, ഞാനിന്ന് ഒരു ചെറിയ വലിയ യാത്ര പോകാൻ ഉദ്ദേശിക്കുകയാണ്. ഞാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോളേജിൽ നിന്ന് ഒരു ടീം, അതായത് NSSൻ്റെ കീഴിൽ ഇന്ത്യ ഹെറിറ്റേജ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് ത്രിപുര. അപ്പോൾ അവിടെ കേരളത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വട്ടപ്പാട്ട് അവതരിപ്പിക്കാൻ പോവാണ്. അപ്പോൾ എന്താ കോമഡി വെച്ചാൽ വള്ളിയാണ്, നമ്മൾ മൊത്തം വള്ളിയാണല്ലോ. രാവിലെ നോക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള ബാഗ് കീറിയിട്ടുണ്ട്. അപ്പോൾ ബാഗ് ഒപ്പിക്കാനുള്ള പരിപാടിയിലാണ്. ട്രെയിന് രാവിലെ 10:30-ക്കാണ് ചെക്കന്മാരൊക്കെ സെറ്റായിക്കണേ. കോയമ്പത്തൂരിൽ നിന്ന് രാത്രി 10 മണിക്കാണ്. അപ്പോൾ ഇവിടുന്ന് 10:30-ക്കുള്ള മേലാറ്റൂരിൽ നിന്നുള്ള വണ്ടി കയറാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പാളി. അപ്പോൾ ഇനി വൈകുന്നേരം കോയമ്പത്തൂർ എത്താം എന്നുള്ള നിലക്കാണ്, എങ്ങനെയുള്ള എത്താം എന്നുള്ള നിലക്കാണ്. രാവിലെ തന്നെ വള്ളിയാണ്. അപ്പോൾ ഈ വള്ളിയൊക്കെ പിടിച്ച് പോയോക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര ഇത്രയും ലോങ് പോകുന്നത്. നോക്കട്ടെ. അങ്ങനെ വൈകുന്നേരം 4 മണിയായപ്പോൾ കൂടെ വരുന്ന അൻസാറും കൂട്ടുകാരനും വന്നു. വീട്ടുകാരോട് ടാറ്റ പറഞ്ഞ് ഞാൻ ഇറങ്ങി. തൂര് റെയിൽവേ സ്റ്റേഷനാണ് ലക്ഷ്യം. തൂരിൽ നിന്ന് പാലക്കാട് വണ്ടി കയറാനുള്ള പരിപാടിയാണ്. തൂരെത്തി. അങ്ങനെ പാലക്കാട് വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതാ വരുന്നു പാലക്കാടുള്ള വണ്ടി. അതിൽ കയറി യാത്ര തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പാലക്കാട് കഴിഞ്ഞപ്പോൾ കൊൽക്കത്തയിൽ നിന്നുള്ള ബീരുവിനെ പരിചയപ്പെട്ടു. എനിക്ക് ഹിന്ദി ഓനും മലയാളം അറിയാത്തതുകൊണ്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ ഒരു ബുക്ക് എടുത്ത് കുറച്ചു നേരം വായിച്ചു. അങ്ങനെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ട് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. വീണ്ടും റെയിൽവേ സ്റ്റേഷനിലെത്തി കോയമ്പത്തൂർക്കുള്ള വണ്ടി പിടിച്ചു. പടച്ചറബേ, ഈ വണ്ടിയിൽ മാരക തിരക്കാണ്. ഏതായാലും മഞ്ചേരിക്കാരൻ അഭിജിത്ത് ഉണ്ടായിരുന്നു. ഓനെ പരിചയപ്പെട്ട് വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ കോയമ്പത്തൂരെത്തി. ഒരു 10 മിനിറ്റ് കൂടി വൈകിനെങ്കിൽ എൻ്റെ യാത്ര ഇവിടെ അവസാനിപ്പിച്ചിരുന്നു. അങ്ങനെ ട്രെയിന് കയറി ചെക്കന്മാരെ കണ്ട് സെറ്റായി. ഇനിയിപ്പോൾ ഈ യാത്ര ഈ ഭായിമാരൊപ്പം ഒരു 3-4 ദിവസം ഗുവാഹട്ടി വരെ. ഏതായാലും പോയോക്കട്ടെ. എന്നാൽ ഓക്കെ.